ഹലോ, വെൽക്കം ബാക്ക് ടു സെറാസ് വ്ലോഗ്സ്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഗുണ കേവ് കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഇത്തവണ കൊടൈക്കനാലിലേക്ക് വന്നത് തന്നെ ഗുണ കേവ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടതിന് ശേഷം സെറ എപ്പോഴും പറയുമായിരുന്നു ഗുണ കേവ് കാണാൻ പോകണമെന്ന്. അപ്പോൾ പിന്നെ വെക്കേഷൻ കിട്ടി ആദ്യത്തെ ട്രിപ്പ് കൊടൈക്കനാലിലേക്ക് തന്നെ നമ്മൾ വന്നു. നമ്മൾ ട്രിവാൻഡ്രത്ത് വീട്ടിലായിരുന്നു, അവിടെ നിന്നാണ് നേരെ കൊടൈക്കനാലിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പം നല്ല തിരക്കാണ് കേട്ടോ. ആ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം നല്ല തിരക്കാണ്. 4:30 വരെ മാത്രമേ നമുക്ക് ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പം 4 മണിയായി. അപ്പോൾ വേഗം ടിക്കറ്റ് എടുത്ത് നമുക്ക് കേവിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം. ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് 10 രൂപയേ ഉള്ളൂ അകത്തേക്ക് കയറാൻ. ആ സിനിമ കണ്ടവർക്കറിയാം കുട്ടേട്ടനെയും സുഭാഷിനെയും ഒക്കെ അല്ലേ. അപ്പോൾ കുട്ടേട്ടൻ്റെയും സുഭാഷിൻ്റെയും ഒക്കെ വലിയ ഫാനാണ് ഇപ്പം സെറ. കുട്ടേട്ടനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാവോ എന്ന് വരെ സെറ എൻ്റെ അടുത്ത് ചോദിച്ചു, അതായത് സൗബിൻ ഷാഹിറിനെ. അവരെയൊക്കെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് സെറ ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് ഏതായാലും അത് പറ്റില്ല. അപ്പോൾ ഏതായാലും ഗുണ കേവ് അവൾക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെ കരുതിയാണ് വന്നത്. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. കോളേജ് സ്റ്റുഡൻസ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ക്ലോസിങ് ടൈം ആയി, എന്നിട്ട് പോലും ഇവിടെ തിരക്കിന് ഒരു കുറവുമില്ല കേട്ടോ. ആളുകൾ ഇങ്ങനെ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കേവിൻ്റെ ആ ഭാഗത്തു നിന്ന് കുട്ടികൾ ഉണ്ടാക്കുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യുവാണ്. പിന്നെ കുട്ടേട്ടാ സുഭാഷേ എന്നുള്ള വിളി ഇവിടെ മുഴങ്ങി കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നുമൊക്കെ ആയിട്ട്. പിന്നെ ഗുണ കേവിൻ്റെ ചരിത്രങ്ങളെയും കഥകളെപ്പറ്റി ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴുള്ള കൊച്ചു കുട്ടികൾക്ക് വരെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അത് വീണ്ടും വീണ്ടും പറഞ്ഞ് എന്തിനാ ബോറടിപ്പിക്കുന്നതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ഈ ഒരു സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ പല കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കൂടി പോകുന്നത്. ഇപ്പോൾ സുഭാഷ് എന്ന് പറയുന്ന ആ വ്യക്തി ആ ഗുഹയിലേക്ക് വീണു പോയതും, പിന്നെ ആ ഒരു ഗുണ എന്ന സിനിമയിലെ ആ ഒരു പാട്ടും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. പിന്നെ ആ പാട്ടൊക്കെ ചില ആൾക്കാരൊക്കെ അവിടെ നിന്ന് പാടുന്നുമുണ്ട് കേട്ടോ. ഏകദേശം 2 വർഷം മുമ്പ് നമ്മൾ കൊടൈക്കനാലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഗുണ കേവിൻ്റെ ഈ ഭാഗത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഈ ഒരു കഥകളോ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അന്ന് വന്നപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് വന്നു കണ്ടു പോയി, അത്ര ഒരു ഫീലേ അന്ന് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ സിനിമയും അവരുടെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഇതുവഴിയൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് നല്ല പേടിയായിരുന്നു മനസ്സിൽ. ആളുകളൊക്കെ ആ വലയുടെ മുകളിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സുഭാഷിൻ്റെ ഫ്രണ്ട്സും അന്നത്തെ ആ ദിവസം അനുഭവിച്ച കാര്യങ്ങൾ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ കൂടി ഓടിക്കൊണ്ടിരുന്നത്. ഈ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നുള്ളൊരു വ്യൂ ആണിത്. അപ്പം നമ്മളും ഇനി പോവുകയാണ് റൂമിലേക്ക്. ടൈം ഒരുപാടായി. നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഈ ഒരു പ്രദേശം കാണാൻ വേണ്ടി. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ കൊടൈക്കനാലിലെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇനി നമ്മൾ നേരെ ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഇവിടെ നിന്നും ഏകദേശം 470 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂർക്ക്. ഒരു 9 മണിക്കൂറൊക്കെ എടുക്കും ഡ്രൈവ് ചെയ്ത് അവിടെ എത്താൻ. ഇനി നൈറ്റ് സ്റ്റേ ഒന്നും ചെയ്യുന്നില്ല, നേരെ ബാംഗ്ലൂർക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഈ ഒരു കാട്ടുപോത്തിനെയും കൂടെ കണ്ടു കേട്ടോ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.